ധനുഷ്കോടി പ്രേതനഗരം, ദ ഗോസ്റ്റ് ടൗൺ, ദ ലാൻഡ് നോട്ട് ഫിറ്റ് ഫോർ ലിവിംഗ് എന്ന ഗവൺമെന്റ് തന്നെ മുദ്രകുത്തിയ സ്ഥലം. അവിടെയും ഇവിടെയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും വീടുകളും കാണാം. വികസനം അടുത്തുകൂടെ പോകാത്ത ഒരിടം. ഒരു കാലത്ത് രാമേശ്വരത്തിനേക്കാൾ ഡെവലപ്ഡ് ആയിരുന്ന ധനുഷ്കോടി എന്ന വലിയ സിറ്റിക്ക് എന്ത് പറ്റി എന്നറിയണമെങ്കിൽ വർഷങ്ങൾ പുറകിലോട്ട് തന്നെ പോകണം. ശ്രീലങ്കയിലേക്ക് വെറും 13 കിലോമീറ്റർ മാത്രമേ ധനുഷ്കോടിയിൽ നിന്നുമുള്ളൂ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ട്രെയിൻ കയറി ഇവിടെ വന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്ന ചരിത്രം ഉണ്ടായിരുന്നു. വലിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനും സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും എല്ലാം ഇവിടെ ഉണ്ടായി. ധനുഷ്കോടി എന്ന വലിയ നഗരത്തെ ഇല്ലാതാക്കിയത് 1964 ഡിസംബർ 24-ലുണ്ടായ സൈക്ലോണാണ്. കണക്കുകൾ പ്രകാരം 1800 പേരാണ് ഇവിടെ മരിച്ചത്. 3000-ഓളം പേരെ കാണാതായി. ഇവിടെയുള്ള എല്ലാം തകർന്നടിഞ്ഞു. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ഇവിടെ ബാക്കി. വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ദേവാലയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടലിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ടും പവിഴപ്പുറ്റുകൾ കൊണ്ടും നിർമ്മിച്ച ഒരു മനോഹരമായ ദേവാലയം. ഇവിടെയുള്ള അൾത്താര പോലും ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടായി മാറി. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ്. പല ഭാഗങ്ങളായി റെയിൽവേ പാത്തിന്റെ ഭാഗങ്ങളും കാണാനിടയായി. പാമ്പൻ ബ്രിഡ്ജിലൂടെ വന്ന ട്രെയിനും ഈ ദുരന്തത്തിന്റെ ഭാഗമായി തീർന്നു. 115ഓളം പേരായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നത്. 2004-ൽ സുനാമിക്ക് മുമ്പായി കടൽ 500 മീറ്റർ പുറകിലേക്ക് വലിഞ്ഞെന്നും അന്ന് കടലിനടിയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളും കാണാൻ കഴിഞ്ഞെന്നും അതുപോലെ തന്നെ ട്രെയിനിന്റെ അവശിഷ്ടങ്ങൾ കാണാനിടയായെന്നും ഇവിടെയുള്ളവർ നമ്മളോട് പറഞ്ഞു. കണ്ണീര് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ധനുഷ്കോടി. ജീവിതം ഒരു സെക്കൻഡിൽ എങ്ങനെയൊക്കെ മാറാം എന്ന് റിയലൈസേഷൻ ധനുഷ്കോടി എനിക്ക് തന്നു. ജീവിതം എത്ര നിസ്സാരമാണെന്ന് ഈ സ്ഥലം എന്നെ പഠിപ്പിച്ചു.